നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നല്ല പെയിൻറ്റ് കമ്പനി കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കാറ്റഗറിയിലുള്ള വലിയ പെയിൻറ്റ് കമ്പനികളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന പെയിൻറ്റ് കമ്പനി എന്താണ്? നമ്മുടെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ലാർജ് ക്യാപ് കമ്പനിയാണ്. റിസ്ക് വളരെ കുറവാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഞാനൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറൊന്നുമല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്ടർ നോക്കാം. നമുക്കിവിടെ ഏഷ്യൻ പെയിൻറ്റ്സ് പെയിൻറ്റ് കമ്പനിയാണ്. നമുക്ക് ഇതിൻ്റെ റിട്ടേണിനെക്കുറിച്ച് നോക്കാം. നമുക്ക് മാക്സിമം റിട്ടേൺ, അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട് ഈ ഒരു കമ്പനി. വളരെ ക്ലിയർ ആയിട്ടുള്ള അപ് ട്രെൻഡിന് ശേഷം നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ക്ലിയർ കൺസോൾട്ടേഷൻ ശേഷം താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നത്. അപ്പോൾ ഇനിയും താഴോട്ട് ഈ ഒരു ബിയറിഷ് മോഡ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് 5 ഇയറിൽ എന്താണ്, 5 ഇയറിൽ വളരെ ചെറിയൊരു പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത്. കൺസോൾട്ടേഷന് ശേഷം താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തന്നിരിക്കുന്നത്. 1 ഇയറിൽ വളരെ വലിയൊരു ഡിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 30% കറക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഹൈ കാണിക്കുന്നുണ്ട്. എൻട്രി ഗുഡ്, റെഡ് ഫ്ലാഗ് കുറവ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോസിറ്റീവാണ്. നമുക്കിവിടെ സെക്ടർ പി ഇ, ഫിനാൻഷ്യൽ പി ഇ കമ്പയർ ചെയ്യുമ്പോഴത്തേനും സെക്ടർ പി ഇനേക്കാളും കുറച്ച് പി ഇ കൂടുതലാണ്. എങ്കിലും കുഴപ്പമില്ല കമ്പനി. ബട്ട് സെക്ടർ പി ബിനേക്കാളും കുറച്ച് കൂടുതലാണ് പി ബി റേഷ്യോ. ഇത് രണ്ടും കുറച്ച് നെഗറ്റീവാണ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. സെക്ടർ ഡിവിഡൻഡ് ഒപ്പം തന്നെ ഡിവിഡൻഡ് ഈൽഡ് തരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റ് റവന്യൂ നോക്കുവാണെങ്കിൽ റവന്യൂ കൂടി വരുന്നുണ്ട് ഓരോ വർഷവും. നമുക്ക് പ്രോഫിറ്റ് ഇവിടെ നിന്ന് പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞിരുന്നു. 2022 വന്നിട്ട് വീണ്ടും പ്രോഫിറ്റ് കൂടി. അപ്പോൾ പോസിറ്റീവായിട്ടാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ ട്രെൻഡ് നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുന്നത്. ഹോൾഡിംഗ് പാറ്റേണിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ പ്രൊമോട്ടറിൻ്റെ കയ്യിൽ നല്ല രീതിയിലൊരു ഹോൾഡിംഗ് ഉണ്ട്. നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട് ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹോൾഡിങ്സ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള വീക്ക് പോയിൻ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫോർകാസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രൈസ് എത്ര വരെ പോകും എന്ന് നമ്മുടെ ടിക്കർ ടൈപ്പിൻ്റെ അനലിസ്റ്റ് ഫോർകാസ്റ്റ് ഏകദേശം പറയുന്നത്, പ്രൈസ് ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് മിനിമം മുകളിലേക്ക് തന്നെ പോകാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. മിനിമം ഒരു 10, 15, 20, 30% വരെ പോകാം. അത് വേണമെങ്കിൽ 50, 60% വരെ കൂടിപ്പോയി കഴിഞ്ഞാൽ പോകാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ താഴോട്ട് പോകാൻ വളരെ കുറവാണ്. കാരണം ഓൾറെഡി നല്ലൊരു ഡിപ്പിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ റവന്യൂവിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ റവന്യൂ നമ്മൾ കൂടിയാണ് വന്നതെന്ന് പറഞ്ഞു. ബട്ട് ലാസ്റ്റ് റവന്യൂ ഇച്ചിരി കുറയാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഏകദേശം ആ ഒരു ഈക്വൽ റവന്യൂ ഉണ്ടാകാനാണ് സാധ്യതകൾ ഉള്ളൂ. ഇനി നമ്മൾ പ്രോഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏണിങ്സ് പെർ ഷെയറിൻ്റെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യാം. ഏണിങ്സ് പെർ ഷെയർ കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റ് കൂടും. അപ്പോൾ കമ്പനി 2024 നല്ല പ്രോഫിറ്റബിൾ ആയിരുന്നു. അതിനുശേഷം 2025 വരുമ്പോഴത്തേനും പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു 10-20% പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതകൾ ഇവിടെ ഫോർകാസ്റ്റിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ, കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കമ്പനിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പെർഫോം ചെയ്യുന്ന ബാക്കിയുള്ള കമ്പനികൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്, പിയർ കമ്പനികൾ. നമുക്ക് വരുന്ന രണ്ടാമത്തെ മറ്റൊരു കമ്പനിയാണ് ബർഗർ പെയിൻറ്റ്. ബർഗർ പെയിൻറ്റിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ബർഗർ പെയിൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മിഡ് ക്യാപ് കമ്പനിയാണ്, റിസ്ക് കുറവാണ് കാറ്റഗറിയിൽ. അപ്പോൾ ഇതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പെയിൻറ്റ് ആണ്, മെറ്റീരിയൽസിൽ പെയിൻറ്റ്സ് ആണ് വരുന്നത് ഇവരുടെയും കമ്പനിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ഇയറിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൽ 30%, 32% ഡിപ്പ്. ഇവിടെ നമുക്ക് 23% ഡിപ്പ് കിട്ടുന്നുണ്ട്. 5 ഇയറിലാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒട്ടും റിട്ടേൺ തന്നിട്ടില്ല ഈ ഒരു പെയിൻറ്റ് കമ്പനിയും. നമുക്ക് മാക്സിമം നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള റിട്ടേൺ, അതിമനോഹരമായിട്ടുള്ള ഫീമെൻ റിട്ടേൺ നമുക്ക് ബർഗർ പെയിൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കേണ്ട അപ് ട്രെൻഡിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ താഴോട്ട് പോരാൻ ശ്രമിക്കുന്നു. അപ്പം ഇനി നമുക്ക് റേഷ്യോസ് നോക്കുവാണെങ്കിൽ സെക്ടർ പിനേക്കാളും വീണ്ടും ഇവിടെ പി കൂടുതലാണ് കുറച്ച്. സെക്ടർ പി ബിനേക്കാളും പി ബി റേഷ്യോ ഇച്ചിരി കൂടുതലാണ്. ഡിവിഡൻഡ് ഈൽഡ് ഇച്ചിരി കുറവാണ്. അപ്പം എല്ലാം കൊണ്ടും കുറച്ച് നെഗറ്റീവ് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു കമ്പനി കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഹോൾഡിംഗ് പാറ്റേൺ, ആദ്യമേ നമുക്ക് റവന്യൂ നോക്കുവാണെങ്കിൽ കൂടി വന്നിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. പ്രോഫിറ്റ് കൂടി വന്നിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ ട്രെൻഡ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കൂടി വരുന്നുണ്ട്.
പ്രോഫിറ്റ്, റവന്യൂ. അപ്പോൾ നല്ലൊരു പ്രൊമോട്ടർ ഹോൾഡിങ്, സ്ട്രോങ് ആയിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിങ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ വീണ്ടും ഇവിടെ നമുക്ക് നല്ലൊരു ഡിപ്പാണ് കാണുന്നത്. നമ്മൾ വിറ്റ് കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. കുറേ പോർഷൻ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് പീരീഡിൽ വിറ്റ് കളയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർകാസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടിക്കർ ടേപ്പിൻ്റെ അനലിസ്റ്റ് വീണ്ടും ഇവിടെ നമുക്ക് പ്രൈസിൽ നമുക്ക് ഏകദേശം ഒരു 10% വരെ മിനിമം മുകളിലേക്ക് പോകാൻ സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത് 2025. അപ്പം അതുപോലെ തന്നെ അത് വേണമെങ്കിൽ 37% വരെ ഹൈ പോകാം. താഴോട്ട് വരുവാണെങ്കിൽ 13%. അതായത് ഏകദേശം ഒരു പോസിറ്റീവായിട്ടുള്ള മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് ഇതിൻ്റെ അതും പ്രൈസിൽ. ഇനി നമുക്ക് റവന്യൂവിൽ എന്തിനാണ്, റവന്യൂ കൂടി വരുന്നു എന്ന് പറയുന്നു. വീണ്ടും ഈ വർഷവും റവന്യൂ പതിയെ കുറച്ച് കൂടാനുള്ള സാധ്യതകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർകാസ്റ്റിൽ ഇവർ പറയുന്നുണ്ട്. ഫോർകാസ്റ്റ് എക്സാക്റ്റ് ശരിയല്ല എങ്കിലും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റവന്യൂ, പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഏണിങ്സ് പെർ ഷെയർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഏണിങ്സ് പെർ ഷെയർ അതായത് കുറച്ച് പ്രോഫിറ്റ് ആകാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കമ്പനി വീണ്ടും 2025 വരുമ്പോഴത്തേനും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് കമ്പനിയിൽ. മിഡ് ക്യാപ് കമ്പനിയാണ്, നല്ല ഡിപ്പിലാണ് കിട്ടുന്നത്. 2 കമ്പനികളും, ഏഷ്യൻ പെയിൻറ്റ്സും നല്ല ഡിപ്പിലാണ്, ബർഗർ പെയിൻറ്റും നല്ല ഡിപ്പിലാണ്. പി റേഷ്യോ രണ്ടിനും കൂടുതലാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് കനാസിയർ. നമുക്ക് നെറോലക്കിൻ്റെ കനാസിയർ പെയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെയും ഇത് സ്മോൾ ക്യാപ് കമ്പനിയാണ്, ലോ റിസ്ക് ആണ്. നമുക്ക് മെറ്റീരിയൽസിൻ്റെ അതാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓവർവ്യൂ നോക്കുവാണെങ്കിൽ 1 ഇയറിൽ വീണ്ടും ഇതിൻ്റെ അകത്തും 29% ഡിപ്പ്. അപ്പോൾ നമുക്ക് എല്ലാ കമ്പനികളിലും ഈക്വലായിട്ടാണ് നമ്മൾ ആ ഡിപ്പ് കാണുന്നത്. നമുക്ക് വീണ്ടും 5 ഇയറിൽ ഇത് തന്നെയാണ് കാണുന്നത്. മാക്സിമത്തിൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്. വീണ്ടും കൺസോൾട്ടേഷൻ. ഇത് തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ചാർട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതകളുണ്ട്. എൻട്രി പോയിൻറ്റ് ഗുഡാണ്. റെഡ് ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടെ നമുക്ക് സെക്ടർ PE നല്ലൊരു സെക്ടർ PE ആണ്. സെക്ടർ PB നല്ലൊരു PB റേഷ്യോ തരുന്നു. സെക്ടർ ഡിവിഡൻറ്റ് നല്ല ഒരു കാര്യം തരുന്നു. ഇതെല്ലാം ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കി ഇതിൻ്റെ ഫൈനാൻഷ്യൽ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല പോസിറ്റീവാണ്. ഇവിടെ ഒന്ന് പ്രോഫിറ്റ് കുറഞ്ഞു, പിന്നെയും പ്രോഫിറ്റ് കൂടി പോകുന്നുണ്ട്. ഇവിടെ മാത്രം 2022 മാത്രമാണ് ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് പ്രോഫിറ്റിൽ. ബാക്കി നല്ലൊരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പെഷ്യലി 2023 24 വന്നപ്പോൾ നല്ലൊരു കൂടുതൽ പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് ഹോൾഡിംഗ് പാറ്റേണിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, അതിമനോഹരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് ബാക്കി എല്ലാവരുടെയും കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം നല്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനി സ്ട്രോങ് ആണ്, സ്മോൾ ക്യാപ് കമ്പനിയാണ്, റിസ്ക് ഇച്ചിരി കുറവാണ്. ഓക്കെ, സ്ട്രോങ് ആണ് ഫണ്ടമെൻ്റലി. നമുക്കിതിൻ്റെ ഫോർകാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രൈസ് മുകളിലേക്ക് പോകാൻ തന്നെ ഒരു 20% മുകളിലേക്ക് മിനിമം പോകാനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ റവന്യൂവിലിറ്റി വരുമ്പോഴത്തേക്ക് റവന്യൂ ഇച്ചിരി കുറയാനുള്ള സാധ്യതകളുണ്ട്. കുറയാനാണ് സാധ്യതകൾ. ഏണിങ്സ് കുറച്ച് പ്രോഫിറ്റ് ഒത്തിരി കുറയാനുള്ള സാധ്യതകൾ ഈ ഒരു കമ്പനി ഇപ്പോഴും കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ വലിയൊരു മൈനസ് മാർക്ക് ഇതാണ്. ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഒത്തിരി കുറയാനുള്ള സാധ്യതകൾ ഉണ്ട്. എങ്കിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന് മുമ്പത്തെ വർഷം നല്ലൊരു പ്രോഫിറ്റ് തന്നിരുന്നു. എങ്കിലും കമ്പയർ ചെയ്യുമ്പോഴത്തേനും 2023-25 കമ്പയർ ചെയ്യുമ്പോഴത്തേനും നല്ല പ്രോഫിറ്റ് കൂടുതൽ തന്നെയാണ് കാണുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും പ്രോഫിറ്റബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. ബാക്കി ഇൻഡിഗോ പെയിൻറ്റ്സിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, കുറച്ച് റിസ്ക് കൂടുതലാണ് ബാക്കിയുള്ള കമ്പനീനെ വെച്ച് നോക്കുമ്പം. നമുക്കിതിൻ്റെ 1 ഇയർ നോക്കുവാണെങ്കിൽ 16% ഡിപ്പ്. അപ്പോൾ കുറച്ച് ഡിപ്പ് കുറവാണ് പൊതുവേ ബാക്കിയുള്ള കമ്പനീനെ നോക്കുമ്പോൾ. 5 ഇയർ നോക്കുവാണെങ്കിൽ നമുക്ക് 59% ഡിപ്പ്. അപ്പം 5 ഇയറിൽ നമുക്ക് വളരെ വലിയൊരു കറക്ഷനിൽ നമുക്ക് കിട്ടുന്നു. വളരെ വലിയൊരു വിലക്കുറവിൽ കിട്ടുന്നു. നമുക്ക് മാക്സിമം വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എത്രയാണ്, നമുക്ക് ഹൈ ആയിട്ട് 3300 ലെവലായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോ ആയിട്ട് വന്ന് 989. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ എത്രയാണ്, നമുക്ക് നല്ലൊരു ഡിപ്പിലാണ് കിട്ടുന്നത്. നമുക്കിതിൻ്റെ വാല്യൂ നല്ലൊരു ഡിപ്പിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇപ്പം 1200-1100 റീജിയണിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ല വിലക്കുറവിലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ കമ്പനി പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതകളുണ്ട്. എൻട്രി പോയിൻറ്റ് ഗുഡാണ്. റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ കുറവാണ്. നമുക്ക് സെക്ടർ PE-നേക്കാളും PE റേഷ്യോ ഇവിടെയും കൂടുതലാണ്. സെക്ടർ PB-നേക്കാളും കുറച്ച് PB റേഷ്യോ കൂടുതലാണ് ഇതിന്. സെക്ടർ ഡിവിഡൻഡിലും കുറവാണ് ഈ ഒരു കമ്പനി തരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ റവന്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. റവന്യൂ കൂടുന്നുണ്ട്, പ്രോഫിറ്റ് കൂടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ നമുക്ക്
ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് കാണാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡിഗോ പെയിൻറ്റിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ബൈങ് കണ്ടു. ബാക്കിയുള്ള കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഇതിൻ്റെ പോർഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്ലസ് പോയിൻ്റാണ് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു കമ്പനിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സ്പെഷ്യലി ലാസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടറിൽ നമുക്ക് നല്ല രീതിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ നമുക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിൻ്റെ ഫോർകാസ്റ്റ് നമുക്ക് മനോഹരമായിട്ടുള്ള നല്ല 30% മിനിമം മൂവ്മെൻറ്റ് തരാൻ സാധ്യതകളുണ്ട്. ബാക്കി മുമ്പോട്ട് പോകുമ്പോഴത്തേനും അത് വേണമെങ്കിൽ അത് 52 പോകാം. 52% ഹൈ തരാനുള്ള സാധ്യതകളും ഉണ്ട്. ബാക്കി ഏണിങ്സ് റവന്യൂവും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഒരു ഫോർകാസ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ ടോട്ടലായിട്ട് ഇതാണ് ഒരു ഓവർവ്യൂ. അപ്പോൾ നമുക്ക് ഇൻഡിഗോ പെയിൻറ്റും ഏഷ്യൻ പെയിൻറ്റും ബർഗർ പെയിൻറ്റും കൺസൈനിയർ നെറോലാക് പെയിൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ എന്താണ് പി റേഷ്യോ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയാണ് നമുക്ക് നല്ലൊരു പി റേഷ്യോ തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് തരുന്ന പി റേഷ്യോ തരുന്നത് കമ്പനികളാണ് ഇൻഡിഗോയും ഏഷ്യൻ പെയിൻറ്റ്സും. ഓക്കെ, ഇനി നമ്മൾ പി ബി റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കനൈൻസിയാറും അതുപോലെ കൺസൈനിയാറും അതുപോലെ തന്നെ നമുക്ക് ഇൻഡിഗോ ഈ രണ്ട് റേഷ്യോ ഈ കമ്പനികളാണ് പി ബി റേഷ്യോ നല്ല രീതിയിൽ തരുന്നത്. ബാക്കി ഡിവിഡൻഡിൽ നമുക്ക് കനൈൻസിയാർ ഏഷ്യൻ പെയിൻറ്റ്സ് ഇവർ രണ്ടുപേരും തരുന്നുണ്ട്. നമുക്ക് ടോട്ടലി നമുക്ക് ഇതിൻ്റെ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈങ് കൂടുതൽ വന്നിരിക്കുന്നത് ഇൻഡിഗോയിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോർകാസ്റ്റ് ഇവരുടെ ടിക്കർ ടൈപ്പ് അനലിസ്റ്റിൻ്റെ ഫോർകാസ്റ്റ് തന്നിരിക്കുന്നത് ഇൻഡിഗോയിൽ കുറച്ച് ബൈ റെക്കമെൻഡേഷൻ ഇൻഡിഗോ ആൻഡ് കൺസൈനിയർ ഈ രണ്ട് കമ്പനികളാണ് കുറച്ച് കൂടുതൽ ബൈ റെക്കമെൻഡേഷൻ ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്സൈഡും കാര്യങ്ങളും കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്സൈഡ് ഇവിടെ ഇൻഡിഗോയിലാണെങ്കിൽ 30% വരെ ഒരു മീഡിയം അപ്സൈഡ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്കൊരു 20% സംതിങ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കി ടോട്ടലായിട്ടുള്ള അനാലിസിസ് ഇത്രയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഏതായാലും പെയിൻറ്റ് എല്ലാവർക്കും ആവശ്യം വരും. പെയിൻറ്റിൻ്റെ സെയിൽ തീർച്ചയായിട്ടും വീട് വെക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പെയിൻറ്റുകളുടെ ആവശ്യം വരും. അപ്പോൾ ഈ ഒരു എല്ലാ കമ്പനികളും മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പ് കമ്പനി കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഡിഗോ പെയിൻറ്റ് മോശമില്ലാത്തൊരു കമ്പനിയാണ്. അതല്ല നിങ്ങൾ റിസ്ക് കുറച്ചാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏഷ്യൻ പെയിൻറ്റ്സോ ബർഗർ പെയിൻറ്റോ ഈ കൺസൈനിയറോ 3 പെയിൻറ്റ് കമ്പനികളിൽ ഒരെണ്ണം വേണമെങ്കിൽ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ടോട്ടലായിട്ടുള്ള അനാലിസിസ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. സ്വിംഗ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ETF സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു സ്റ്റോക്ക് ബ്രോക്കറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ. ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, ഞാനൊരു അഡ്വൈസും കാര്യങ്ങളൊന്നും അല്ല തരുന്നത്. ടിക്കർ ടൈപ്പ് എന്ന പ്ലാറ്റ്ഫോമിൽ അവരുടെ കുറേ ഡേറ്റാസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റ് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ പോർഷൻസ് ചെറിയ എമൗണ്ട് ഓരോ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 4 എല്ലാത്തിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. 1-2 പെയിൻറ്റ് കമ്പനി പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ കമ്പനി പിക്ക് ചെയ്തിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ചെറിയൊരു പോർഷൻ വേണമെങ്കിൽ പെയിൻറ്റ് കമ്പനികളും ആഡ് ചെയ്യാം. കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.